ആർക്കാ ജി വിളിക്കണേ? സുധീഷേട്ടനെ ഫോൺ സ്വിച്ച് ഓഫാ, ചെറിയൊരു ഇടപാടുണ്ട്. ഓ വെറും ഉടായിപ്പേങ്ങ. എന്നും പെണ്ണുങ്ങളെ കൊണ്ട് ആലപ്പുഴ ഹൗസ് ബോട്ടിലും കക്കാടം പോയി റിസോർട്ടിലും ഫുള്ള് ജോലിയാക്കി എടുക്കോ. വാങ്ങാണ്ടേ കോളറിന് കുടിച്ച് വാങ്ങിക്കോ. പൈസ ഇല്ല അതിൻ്റെ ഒന്നല്ല, അങ്ങനെ ഒരു ടൈപ്പാണ്. സുധീഷേ, 4 മാസമായി ഇജി പൈസ വാങ്ങി പോയിട്ട്. എനിക്കിന്റെ പൈസ ഇപ്പൊ കിട്ടണം. ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. എന്ത് സ്വഭാവം അത്? ആൾക്കാർ കേക്കണ്ട്. ആൾക്കാർ കേക്കട്ടെ. പൈസ വാങ്ങിയപ്പോ ഒന്നും ഓർമ്മയില്ലേനോ? എനിക്കിപ്പോ അത്യാവശ്യമാണ് പൈസ. എനിക്കിപ്പൊ കിട്ടണം. 2 ദിവസം കൂടി ഞാൻ നോക്കും, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അങ്ങനെ ആവില്ല കേട്ടോ. ഉമ്മ സ്ഥിരമായിട്ട് ഇൻസുലിൻ വെക്കുന്ന ആളല്ലേ? ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഷുഗർ ആകെ ഷോർട്ടായതാണ്. കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് ഉമ്മ ഇപ്പോൾ രക്ഷപ്പെട്ടു. ഈ ഉമ്മാനെ കൊണ്ടുവന്നത് നിങ്ങളെ ബ്രദറാണോ? കൈ പിടിച്ചൊക്കെ കരയുന്നത് കണ്ടു. സുധീഷ്, ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടുകാരാ. 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചതാണ്. അനിയേഷിൻ്റെ വീട്ടിൽ ഇന്നെപ്പോലെ തന്നെയാണ് എൻ്റെ ഉമ്മക്ക് പോലും. കണ്ണീരൊക്കെ വരും. ഈ പൈസ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പൈസ ഞാൻ കൊടുത്തോനെ എൻ്റെ ആർത്തി കൊണ്ട് അവന് വേണ്ട സാവകാശം കൊടുക്കാതെ കുറേ പ്രശ്നമുണ്ടായി. ഞാനോട് വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാണാതെ അവനെ കണ്ടപ്പോൾ ഉമ്മൻ്റെ കൈവിട്ട് പോയതേക്കും. മോൻ്റെ ബ്രദറാ സാറേ, ബ്രദർ. ആ ബില്ലെത്രയായി? അത് അടച്ചിട്ടുണ്ട്. ആര്? അതാ ഒരടച്ച് പോയിപ്പോ. സുധീഷേ, ഇതൊന്നും പറയണ്ട. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഉമ്മാനെയാണ് ഉമ്മാന്ന് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മാക്ക് എന്ത് പറ്റാലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അന്ന് ഞാൻ പൈസൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പൈസ തന്നെ ഇടങ്ങറായി. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടി ഉമ്മ അല്ലടാ. സുധീഷേ, ഞാൻ ഒന്ന് ഹഗ് ചെയ്യട്ടെ.